ശബരിമലയിൽ പൂപ്പൽ പിടിച്ച് ഉണ്ണിയപ്പം വിതരണം ചെയ്ത സംഭവത്തിൽ ഇടപെട്ട ഹൈക്കോടതി. വിഷയം ദേവസ്വം ബെഞ്ച് തിങ്കളാഴ്ച വിശദമായി പരിഗണിക്കും. കഴിഞ്ഞ ദിവസം ശബരിമല ദർശനത്തിനെത്തിയ കൊച്ചി സ്വദേശികൾക്കാണ് കാലപ്പഴക്കമുള്ള പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം ലഭിച്ചത്. ശബരിമലയിൽ പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം വിതരണം ചെയ്ത സംഭവം ഗൗരവമെന്ന് വിലയിരുത്തിയ ദേവസ്വം ബെഞ്ച് തിങ്കളാഴ്ച വിശദമായി പരിഗണിക്കാമെന്ന് വ്യക്തമാക്കി. മഴയും ഈർപ്പവും കാരണമാകാം പൂപ്പൽ പിടിച്ചതെന്ന് ദേവസ്വം ബോർഡ് പ്രാഥമിക നിലപാടെന്നുള്ള രീതിയിൽ കോടതിയെ അറിയിച്ചു. പൂപ്പൽ വന്നവ മാറ്റിയതായും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. വരും ദിവസം ദേവസ്വം ബോർഡ് രേഖാമൂലം തന്നെ മറുപടി നൽകും. രാവിലെ അമിക്കസ് ക്യൂറിയോടും ഹൈക്കോടതി വിവരങ്ങൾ തേടിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ശബരിമല ദർശനത്തിനെത്തിയ കൊച്ചി കടുങ്ങല്ലൂർ സ്വദേശി ജിനേഷിനും സംഘത്തിനും കാലപ്പഴക്കം കൊണ്ട് പൂപ്പൽ പിടിച്ച ഉണ്ണിയപ്പം ലഭിച്ചത്. പാക്കറ്റിന് 45 രൂപ നിരക്കിൽ ദേവസ്വം ബോർഡ് വിതരണം ചെയ്യുന്ന ഉണ്ണിയപ്പമാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത നിലയിൽ ഭക്തർക്ക് വാങ്ങേണ്ടി വന്നത്. ശബരിമല ദർശനത്തിന് ശേഷം അയ്യൻ്റെ ദർശനത്തിന് ശേഷം ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ എല്ലാ ഭക്തന്മാരും ചെയ്യുന്നത് പോലെ അരവണയും അപ്പവും ആവശ്യത്തിന് വാങ്ങി തിരിച്ച് ദർശനം കഴിഞ്ഞ് വീടുകളിലെത്തി. നമ്മൾ സ്വാഭാവികമായിട്ടും വീടുകളിലെത്തിയ ശേഷമാണ് നമ്മൾ വീട്ടുകാർക്കും നമ്മുടെ സഹപ്രവർത്തകർക്കും അയൽവക്കക്കാർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി അപ്പവും അരവണയെല്ലാം എടുക്കുക. ഇന്നലെ അങ്ങനെ എടുത്തു നോക്കിയ സമയത്ത് ഞാൻ മേടിച്ചത് 3 പാക്കറ്റാണ്. 3 പാക്കറ്റിൽ ഭൂരിഭാഗവും പൂപ്പൽ വന്ന രീതിയിലായിരുന്നു. വെളുത്ത പാടുകളായിരുന്നു അപ്പത്തിൻ്റെ ഉള്ളിലെല്ലാം അടങ്ങിയിരുന്നത്. മാത്രമല്ല അത് രുചിച്ച് നോക്കുന്ന സമയത്ത് തീർത്തും നമുക്ക് ഭക്ഷ്യയോഗ്യമല്ലാത്ത രീതിയിൽ, അത് കഴിച്ചു കഴിഞ്ഞാൽ ഫുഡ് പോയിസൺ അടിക്കും എന്നുള്ള രീതിയിലുള്ള തരത്തിലുള്ള ഒരു ചൊവയായിരുന്നു അപ്പത്തിന് ഉണ്ടായിരുന്നത്. ഇത് ശരിക്കും ഭക്തജനങ്ങളോട് കാണിക്കുന്ന ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ശബരിമലയിലെ അപ്പം അരവണ നിർമ്മാണത്തിൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡം പാലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ദേവസ്വം ബോർഡിന് നേരത്തെയും ഹൈക്കോടതി നോട്ടീസ് നൽകിയിരുന്നു. വ്രതമെടുത്ത് ശബരിമലയിലെത്തുന്ന ഭക്തരോട് ദേവസ്വം ബോർഡും സർക്കാരും കാട്ടുന്ന അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം വ്യാപകമാവുകയാണ്. ജനം, കൊച്ചി.